കഴിഞ്ഞ ക്ലാസ്സിൽ ശബ്ദസ്രോതസ് എന്താണെന്ന് പഠിച്ചു. ഇന്ന് നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി അഥവാ സ്വാഭാവിക ആവൃത്തിയെപ്പറ്റി പഠിക്കാം. നമ്മൾ പഠിച്ചു ശബ്ദമുണ്ടാകുന്നത് വസ്തുക്കളിൽ ഉണ്ടാകുന്ന കമ്പനം മൂലമാണെന്ന്. വിവിധ വസ്തുക്കളുടെ കമ്പന ഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു ചെറിയ ബോബ് 50 സെന്റിമീറ്റർ നീളമുള്ള ഒരു ചരടിൽ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ തൂക്കിയിടുക. അതിനുശേഷം ഈ ബോബിനെ മുന്നോട്ടും പിറകോട്ടും ചലിപ്പിക്കുക. ബോബ് ഇരുവശത്തേക്കും ചലിക്കുന്നത് കാണാം. ഈ സജ്ജീകരണത്തെ നമുക്ക് സിമ്പിൾ പെൻഡുലം എന്നു വിളിക്കാം. സിമ്പിൾ പെൻഡുലം ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ഡോലനങ്ങളുടെ എണ്ണത്തെ അതിൻ്റെ ഫ്രീക്വൻസി അഥവാ ആവൃത്തി എന്നു പറയുന്നു. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. സിമ്പിൾ പെൻഡുലത്തിന്റെ ആവൃത്തി സിമ്പിൾ പെൻഡുലവും സ്റ്റോപ്പ് വാച്ചും ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. സിമ്പിൾ പെൻഡുലത്തിന്റെ നീളം 60 സെന്റിമീറ്റർ, 70 സെന്റിമീറ്റർ, 80 സെന്റിമീറ്റർ വ്യത്യാസപ്പെടുത്തി അതിൻ്റെ ഫ്രീക്വൻസി അഥവാ ആവൃത്തി കണ്ടുപിടിക്കാം. ഓരോ തവണയും അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇതിൽ നിന്നും സിമ്പിൾ പെൻഡുലത്തിന്റെ നീളം കൂടുന്തോറും അതിൻ്റെ ആവൃത്തി കുറഞ്ഞു വരുമെന്ന് മനസ്സിലാക്കാം. സിമ്പിൾ പെൻഡുലത്തിന്റെ ആവൃത്തി കുറവായതിനാൽ അത് പുറപ്പെടുവിക്കുന്ന ശബ്ദം നമ്മൾക്ക് കേൾക്കാൻ കഴിയില്ല. മറ്റൊരു പരീക്ഷണം ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യാം. വ്യത്യസ്ത ആവൃത്തിയിലുള്ള ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിച്ച് ശബ്ദം ശ്രദ്ധിക്കാം. വിവിധ വസ്തുക്കൾ കമ്പനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം വ്യത്യസ്തമായിരിക്കാൻ കാരണം അതിൻ്റെ സ്വാഭാവിക ആവൃത്തിയിലുള്ള വ്യത്യാസമാണ്. ഏതൊരു വസ്തുവിനെയും കമ്പനത്തിന് വിധേയമാക്കുമ്പോൾ അതിന് കമ്പനം ചെയ്യാൻ അതിൻ്റെതായ ഒരു പ്രത്യേക ആവൃത്തി ഉണ്ട്. ഈ ആവൃത്തിയാണ് സ്വാഭാവിക ആവൃത്തി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസി. സ്വാഭാവിക ആവൃത്തി വ്യത്യസ്ത വസ്തുക്കളിൽ വ്യത്യസ്തമായിരിക്കും. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയെ അതിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്നാണ് പറയുന്നത്.